ഒരു ബിടെക് ബിരുദധാരിക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച ഗവൺമെന്റ് ജോബാണ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ. ഈ സ്വപ്ന ജോലി സ്വന്തമാക്കുവാൻ എവിടെ പഠിക്കണം എന്ന കൺഫ്യൂഷനിലാണോ നിങ്ങൾ? കഴിഞ്ഞ IEO പരീക്ഷയിൽ ഏറ്റവും മികച്ച വിജയം, കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്റർ, വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം എന്നീ സവിശേഷതകളോടെ ടെക് PSC IEO തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. പരീക്ഷാ തീയതി വരെ നീണ്ടു നിൽക്കുന്ന ക്ലാസുകൾ, ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റ് വിത്ത് ഫീഡ്ബാക്ക്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നീ പ്രത്യേകതകളടങ്ങിയ ഈ കോഴ്സ് നിങ്ങൾക്കും സ്വന്തമാക്കാം വെറും 4499 രൂപയ്ക്ക്. ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. ഹലോ ഫ്രണ്ട്സ്, ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്ത സ്റ്റുഡൻസിന് പഠിക്കേണ്ട കൺസ്ട്രക്ഷൻ എന്ന സബ്ജക്റ്റിൽ നിന്നുള്ള ടൈപ്സ് ഓഫ് റബിൾ മേസണറി എന്ന ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ദ ടൈപ്പ് ഓഫ് മേസണറി ഇൻ വിച്ച് സ്റ്റോൺസ് ഓഫ് ഇറഗുലർ സൈസസ് ആൻഡ് ഷേപ്സ് ആർ യൂസ്ഡ് ആൻഡ് ദർ ഇസ് നോ റെഗുലർ കോഴ്സ് ഇസ് നോൺ ആസ്. ഓക്കെ, അപ്പം മേസണറി, സ്റ്റോൺ മേസണറി തന്നെ നമുക്ക് രണ്ട് ടൈപ്പാണ് ഉള്ളത്: റബിൾ മേസണറി ആൻഡ് ആഷ്ലർ മേസണറി. ഈ ഓരോ ടൈപ്പിലും വരുന്ന സബ് കാറ്റഗറീസും ഓരോന്നിൻ്റെ തമ്മിലുള്ള വ്യത്യാസങ്ങളും എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. റബിൾ മേസണറിയിൽ നമുക്ക് പല ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ റബിൾ മേസണറി എന്ന് പറയുമ്പോൾ നമ്മൾ ഇറഗുലർ സൈസിലുള്ള സ്റ്റോൺസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വലിപ്പമുള്ള സ്റ്റോൺസ് ആകാം, ചെറിയ അത്ര വലിപ്പം ഇല്ലാത്ത സ്റ്റോൺസ് ആകാം. ഇവയെല്ലാം ഒരുമിച്ച് യൂസ് ചെയ്ത് നമ്മൾ മേസണറി കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് റബിൾ മേസണറിയാണ് നമുക്കിവിടെ കണ്ടുവരുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തേതാണ് കോഴ്സ്ഡ് റബിൾ മേസണറി. ഇപ്പോൾ കോഴ്സ്ഡ് റബിൾ മേസണറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റോൺസ് നമ്മൾ ലേ ചെയ്യുന്നത് കോഴ്സസ് ആയിട്ടാണ്. അതായത് ഒരു ഹൊറിസോണ്ടൽ കോഴ്സിൽ തന്നെ ഒന്നുകിൽ ഒരേ ഹൈറ്റ് ഉള്ള സ്റ്റോൺസ് അല്ലെങ്കിൽ കോഴ്സിന് ഒരേ ഡെപ്ത് വരുന്ന രീതിയിൽ രണ്ട് സ്റ്റോൺസൊക്കെ മുകളിലും താഴെയായിട്ട് അറേഞ്ച് ചെയ്ത് ഒരു കോഴ്സിന് ഒരേ ഹൈറ്റ് വരുന്ന രീതിയിലായിരിക്കും നമ്മൾ സ്റ്റോൺസ് ലേ ചെയ്യുന്നത്. Masonry work carried out in courses and the stones in one course have the same height. അടുത്തത് അൺകോഴ്സ്ഡ് റബിൾ മേസണറി. അൺകോഴ്സ്ഡ് റബിൾ മേസണറി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സ്റ്റോൺ മേസണറി കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ കോഴ്സസ് ആയിട്ട് നമുക്ക് സ്റ്റോൺസിനെ കാണാൻ പറ്റില്ല. വളരെ ഇറഗുലറായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടായിരിക്കും സ്റ്റോൺസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ നമുക്ക് കാണാം. അപ്പം മുകളിലത്തെ ഫിഗറിൽ നമുക്ക് കോഴ്സസ് പലതും നമുക്ക് ഫേസിൽ നിന്ന് നോക്കിയാൽ, അതായത് പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കോഴ്സസ് കാണാൻ പറ്റും. എന്നാൽ അൺകോഴ്സ്ഡ് റബിൾ മേസണറിയിൽ നമുക്കൊരു പർട്ടിക്കുലർ കോഴ്സ് ഒന്നും പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. അടുത്തത് റാൻഡം റബിൾ മേസണറി. അപ്പോൾ റാൻഡം റബിൾ മേസണറി എന്ന് പറയുമ്പോൾ കോഴ്സസ് ഒന്നും ഇല്ലാതെ ഇറഗുലറായിട്ട് നമ്മൾ സ്റ്റോൺസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പ്ലേസ് ചെയ്യുന്നു. ഇൻ സച്ച് എ വേ ദാറ്റ് അപ്പിയറൻസ് ഇസ് ഗിവൺ ഇമ്പോർട്ടൻസ്. ഇപ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ അപ്പിയറൻസ് പ്ലസൻ്റ് ആയിട്ട് വരുന്ന രീതിയിൽ തന്നെ ഗ്യാപ്സ് ഒന്നും വരാതെ, ഗ്യാപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എല്ലാം ചെറിയ സ്റ്റോൺസ് യൂസ് ചെയ്ത് ഫില്ല് ചെയ്ത് കുറച്ച് സ്കിൽഡ് ആയിട്ടുള്ള വർക്ക് റിക്വയർഡ് ആയിട്ടുള്ളൊരു ഫോം ഓഫ് സ്റ്റോൺ മേസണറി കൺസ്ട്രക്ഷനാണ് ഈ റാൻഡം റബിൾ മേസണറി. അടുത്തത് ഡ്രൈ റബിൾ മേസണറി. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ മേസണറി, സ്റ്റോൺ മേസണറിയിലെല്ലാം ഈ സ്റ്റോൺസിൻ്റെ ഇടയ്ക്ക് മോർട്ടാർ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനായിരിക്കും? ഈ സ്റ്റോൺസിനെ എല്ലാം ബൈൻഡ് ചെയ്ത് നിർത്താനായിട്ട്. എന്നാൽ ഡ്രൈ റബിൾ മേസണറിയിൽ പേരിൽ പറയുന്ന തൊട്ട് തന്നെ മോർട്ടാർ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ സ്റ്റോൺസ് എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നു എന്നല്ലാതെ ഇതിനെ തമ്മിൽ ബോണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ അഡീഷണൽ മോർട്ടാർ യൂസ് ചെയ്യാറില്ല. ചില കേസിൽ മുകളിലത്തെ 1-2 കോഴ്സ് മാത്രം മോർട്ടാർ യൂസ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യും. ആ ഒരു ബോണ്ട് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യും. പക്ഷേ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ സ്റ്റോൺസിന് ഇടയ്ക്കൊന്നും മോർട്ടാർ ഉണ്ടാവില്ല. അതാണ് ഡ്രൈ റബിൾ മേസണറി. അടുത്തത് പോളിഗണൽ റബിൾ മേസണറി. അപ്പം നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ മേസണറിയിൽ നമ്മൾ പോളിഗൺ ഷേപ്പിലുള്ള സ്റ്റോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്നുകിൽ പോളിഗൺ ഷേപ്ഡ് ആയിട്ടുള്ള സ്റ്റോൺസ് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്റ്റോൺസിനെ പോളിഗൺ ഷേപ്പിലേക്ക് ഡ്രസ്സ് ചെയ്തെടുക്കും. ഡ്രസ്സ് ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺസ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ടൂൾസ് യൂസ് ചെയ്ത് സ്റ്റോൺസിനെ ഷേപ്പ് ചെയ്തെടുക്കുന്നു, അതിന് ഫിനിഷിംഗ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നതാണ് ഡ്രസ്സിങ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പോളിഗൺ ഷേപ്പിലുള്ള, ഒന്നുകിൽ പോളിഗൺ ഷേപ്പ് നാച്ചുറലി ഉള്ള അല്ലെങ്കിൽ പോളിഗൺ ഷേപ്പിലേക്ക് നമ്മൾ ഡ്രസ്സ് ചെയ്തെടുത്ത സ്റ്റോൺസ് ആണ് ഈ പോളിഗണൽ റബിൾ മേസണറിയിൽ യൂസ് ചെയ്യുന്നത്. അവസാനത്തേത് ഫ്ലിൻറ്റ് റബിൾ മേസണറി. ഫ്ലിൻറ്റ് റബിൾ മേസണറിയിൽ ഫ്ലിൻറ്റ് സ്റ്റോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. ഫ്ലിൻറ്റ് സ്റ്റോൺസ് എന്ന് ഉദ്ദേശിക്കുന്നത് സിലിക്ക ന്യൂഡ്യൂൾസ് ആണ്.
അപ്പം കോമ്പോസിഷൻ ഇതിൻ്റെ സിലിക്കയാണ്, ഇറഗുലർ ഷേപ്ഡ് ആയിരിക്കും. അപ്പോൾ ഈ ചെറിയ സിലിക്കൺ നൊഡ്യൂൾസ് യൂസ് ചെയ്തിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന മേസൻട്രിയാണ് ഫ്ലിൻറ്റ് റബിൾ മേസൻട്രി എന്ന് വിളിക്കുന്നത്. അടുത്ത ടൈപ്പായിരുന്നു, രണ്ടാമത്തെ ടൈപ്പായിരുന്നു ആഷ്ലാർ മേസൻട്രി. അപ്പോൾ ആഷ്ലാർ മേസൻട്രിയിൽ നമ്മൾ വളരെ ഡ്രസ്സിങ്ങോടുകൂടി, അതായത് വളരെ ഫിനിഷ്ഡ് ആയിട്ടുള്ള സർഫസ് ഉള്ള റോക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഫേസസ് എല്ലാം, അതായത് പുറമേ കാണുന്ന സൈഡുകളും എഡ്ജസും കോർണേഴ്സും എല്ലാം നല്ല ടൂൾസൊക്കെ യൂസ് ചെയ്ത് നന്നായിട്ട് ഷേപ്പ് പ്രൊവൈഡ് ചെയ്ത് ഡ്രസ്സ് ചെയ്തെടുത്ത സ്റ്റോൺസ് ആണ് ആഷ്ലർ മേസൻട്രിയിൽ യൂസ് ചെയ്യുന്നത്. ആഷ്ലർ ഫൈൻ എന്ന് പറയുമ്പോൾ ഓൾ 6 ഫേസസ്, അതായത് നമ്മളൊരു ബ്ലോക്കിന് യൂഷ്വലി 6 ഫേസസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഒരു ബ്രിക്കിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മളൊന്ന് ഓർത്താൽ മതി, 6 ഫേസസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ റോക്കിൻ്റെ കേസിലും ഈ 6 ഫേസസും പ്രോപ്പറായിട്ട് ചിസൽ ചെയ്ത് എഡ്ജസൊക്കെ നല്ല ഷാർപ്പായിട്ട് നല്ല ഫിനിഷിങ്ങോട് കൂടി പ്രൊഡ്യൂസ് ചെയ്തെടുത്ത അല്ലെങ്കിൽ ഡ്രസ്സ് ചെയ്തെടുത്ത സ്റ്റോൺസ് ആണ് ആഷ്ലർ ഫൈനിൽ യൂസ് ചെയ്യുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് എ സ്മൂത്ത് അപ്പിയറൻസ്. ഇത്രയും ഫിനിഷിങ്ങോട് കൂടി തന്നെ സ്റ്റോൺസ് ഡ്രസ്സ് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ കുറച്ച് ഹൈ ആയിരിക്കും. അടുത്തത് ആഷ്ലർ റഫ്. ആഷ്ലർ റഫ് സ്റ്റോൺസിൽ ഫേസ് മാത്രം, ഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പുറമേ നിന്ന് കാണുന്ന സർഫസ് വാളിൻ്റെ ആ ഫേസ് മാത്രം ടൂൾസ് യൂസ് ചെയ്ത് റഫ് അപ്പിയറൻസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതാണ് ആഷ്ലർ റഫ് മേസൻട്രി. ഇനിയും ആഷ്ലർ റോക്ക് ഓർ ക്വാറി ഫേസ്ഡ്. അപ്പോൾ ഇങ്ങനത്തെ മേസൻട്രിയിൽ ഇവിടെയും നമ്മൾ പുറമേ നിന്ന് കാണുന്ന സൈഡ്, അതായത് ഫേസ് സൈഡ് ഓഫ് ദ സ്റ്റോൺ, അത് നമുക്ക് ക്വാറിയിൽ നിന്ന് എങ്ങനെ കിട്ടുന്നോ അതേപോലെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുവാണ്. അല്ലാതെ ആ ഒരു ഫേസിന് മാത്രം ഫേസ് സൈഡിന് മാത്രം നമ്മൾ ഡ്രസ്സിംഗ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഗിവ്സ് എ മാസീവ് അപ്പിയറൻസ്. ഫേസ് ഇസ് ലെഫ്റ്റ് ആസ് റിസീവ്ഡ് ഫ്രം ക്വാറി. അപ്പോൾ മേജറായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഈ സ്റ്റോൺ മേസൻട്രിയിൽ 2 ക്ലാസിഫിക്കേഷനിൽ വരുന്ന സബ് കാറ്റഗറീസ് ഒക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത് ടൈപ്പ് ഓഫ് മേസൻട്രി ഇൻ വിച്ച് സ്റ്റോൺസ് ഓഫ് ഇറഗുലർ സൈസ് ആൻഡ് ഷേപ്പ് ആർ യൂസ്ഡ് ആൻഡ് നോ റെഗുലർ കോഴ്സസ് നോ. അപ്പോൾ റെഗുലർ കോഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല എങ്കിൽ അതിനെ നമ്മൾ അൺകോഴ്സ്ഡ് മേസൻട്രി എന്ന് വിളിക്കണം. അപ്പോൾ ഇറഗുലർ സൈസസ് ആയതുകൊണ്ട് തന്നെ റബിൾ മേസൻട്രിയുടെ ഒരു ടൈപ്പും ആയിരിക്കും. അപ്പോൾ അതൊക്കെ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, അൺകോഴ്സ്ഡ് റബിൾ മേസൻട്രി. ഇപ്പോൾ ഇവിടെ ഇപ്പം മറ്റ് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ആഷ്ലർ മേസൻട്രിയിൽ നമ്മൾ ഇറഗുലർ സൈസും ഷേപ്പുള്ള സ്റ്റോൺസ് അല്ല യൂസ് ചെയ്യുന്നത്. നമ്മൾ കുറച്ചൊക്കെ ഫിനിഷിംഗ് പ്രൊവൈഡ് ചെയ്ത് റോക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡ്രൈ റബിൾ മേസൻട്രിയിലും നമ്മൾ ഇറഗുലർ സൈസാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ നമ്മൾ മോർട്ടാർ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഡ്രൈ റബിൾ മേസൻട്രിയുടെ ക്വസ്റ്റ്യൻ വരുന്നെങ്കിൽ ഈ ഒരു പോയിന്റ് ഓർത്താൽ മതി. കീവേഡ് എന്ന് പറയുന്നത് മോർട്ടാർ ഇസ് നോട്ട് യൂസ്ഡ് എന്നുള്ള കീവേഡ് ആയിരിക്കും ഡ്രൈ റബിൾ മേസൻട്രിക്ക് ചോദിക്കുന്നത്. ആഷ്ലർ റോക്ക് ആണെങ്കിൽ നമ്മൾ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് സിമിലർ സൈസസ് ഉള്ള സ്റ്റോൺസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അൺകോഴ്സ്ഡ് റബിൾ മേസൻട്രിയാണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്റ്റോൺ മേസൻട്രി ഓഫ് ഫൈൻലി ഡ്രസ്ഡ് സ്റ്റോൺസ് ലേഡ് ഇൻ സിമെൻറ്റ് ഓർ ലൈം മോർട്ടാർ ഇസ് കോൾഡ്. ഓക്കെ, ഇവിടെ ഇപ്പം ലൈം മോർട്ടാർ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു, ഫൈൻലി ഡ്രസ്ഡ് സ്റ്റോൺസ് ആണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ പ്രോപ്പർ ഡ്രസ്സിങ് അല്ലെങ്കിൽ പ്രോപ്പർ ഫിനിഷിംഗ് കൊടുത്തിട്ടുള്ള സ്റ്റോൺസ് വരുന്ന ടൈപ്പ് ഓഫ് മേസൻട്രി ഏതായിരുന്നു നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇറ്റ് ഈസ് ആഷ്ലർ മേസൻട്രി. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടൈപ്പ് ഓഫ് സ്റ്റോൺ മേസൻട്രി ഇൻ വിച്ച് സ്റ്റോൺസ് ഓഫ് ദ സെയിം ഹൈറ്റ് ആർ ലെയ്ഡ് ഇൻ ലെയേഴ്സ്. ഇത് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തതാണ്. ഒരേ ഹൈറ്റിലുള്ള സ്റ്റോൺസ് ലെയേഴ്സ് ആയിട്ട്, അതായത് കോഴ്സ് ബൈ കോഴ്സ് ആയിട്ട് ലേ ചെയ്യുന്ന ടൈപ്പ് ഓഫ് മേസൻട്രി ഈസ് കോഴ്സ്ഡ് റബിൾ മേസൻട്രി. ഓപ്ഷൻ ബി. A projecting stone which usually provides to serve as support for roof truss, beam, watershed is known as. ഓക്കെ, ഇപ്പോൾ ഈ സ്റ്റോൺ മേസൻട്രിയിൽ നമ്മളിപ്പോൾ പഠിച്ച ടൈപ്സ് ഓഫ് റബിൾ മേസൻട്രി കൂടാതെ നമുക്ക് മേസൻട്രിയിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടെക്നിക്കൽ ടേംസ് കൂടെ ഉണ്ട്. അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തേത് നാച്ചുറൽ ബെഡ്. നമ്മൾ ഏതൊരു സ്റ്റോണിനെ അല്ലെങ്കിൽ റോക്കിനെ ആയാലും നമുക്ക് വളരെ ഈസി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പ്ലെയിനെയാണ് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ സ്റ്റോണിൻ്റെ നാച്ചുറൽ ബെഡ് എന്ന് വിളിക്കുന്നത്. ഇനി കോർബൽ എന്ന് പറയുന്നത് നമുക്ക് ഒരു വാളിൽ നിന്ന് ഒരു അതിലേക്ക് വരുന്ന ബീമോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു വരാന്തയുടെ സ്ലാബോ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ വാളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റിംഗ് സ്റ്റോൺ ആണ് കോർബൽ. പ്രൊജക്റ്റിംഗ് സ്റ്റോൺ ഫ്രം എ മേസൺറി വാൾ ടു സപ്പോർട്ട് എ ബീം. ലെങ്ത് ഓഫ് പെൻട്രേഷൻ ഓഫ് ദ കോർബൽ ഇസ് 2/3 ദ തിക്നെസ് ഓഫ് ദ വാൾ. അതായത് ഈ കോർബൽ സ്റ്റോണ് വാളിലേക്ക് എത്രത്തോളം പെൻട്രേറ്റ് ചെയ്യണം, ആവശ്യത്തിന് സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ
ദിസ് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ ഷുഡ് ബി ഈക്വൽ ടു 2/3 ദ തിക്നെസ് ഓഫ് ദ വാൾ. അപ്പോൾ ഇതായിരുന്നു നമുക്ക് ക്വസ്റ്റനിൽ ചോദിച്ചിരുന്നത്. ഒരു ബീമിനെ അല്ലെങ്കിൽ ഒരു വരാന്ത സ്ലാബിനെ വാട്ടർ ഷെഡിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊജക്റ്റിംഗ് സ്റ്റോൺ ഏതാണ്, വാളിൽ നിന്നുള്ള പ്രൊജക്റ്റിംഗ് സ്റ്റോൺ ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് കോർബൽ. അടുത്ത ടേമാണ് കോർണിസ്. കോർണിസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കോഴ്സ് ഓഫ് സ്റ്റോൺസ്. അതായത് ഇവിടെ ഈ ഒരു ഫിഗറിൽ കാണാൻ പറ്റുന്നതാണ്. ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു കോഴ്സിനെയാണ് നമ്മൾ കോർണിസ് എന്ന് വിളിക്കുന്നത്. പലപ്പോഴും റൂഫിന് താഴെയായിട്ടായിരിക്കും ഈ കോർണിസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആർക്കിടെക്ചറൽ അപ്പിയറൻസിന് വേണ്ടിയിട്ടൊക്കെയാണ് യൂഷ്വലി കോർണിസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കോഴ്സ് ഓഫ് സ്റ്റോൺസ് പ്രൊജക്റ്റിംഗ് ഔട്ട്വേർഡ്സ് ഫോർ ഓർണമെന്റൽ പർപ്പസ് ഫ്രം ദ റൂഫ് ലെവൽ. ഇനി ഈ കോർണിസ് എന്ന് പറയുന്ന ലെയറിന് തൊട്ട് മുകളിൽ വരുന്ന ലെയറിനെ നമ്മൾ ബ്ലോക്കിംഗ് കോഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഇനിയും കോർണിസിന് തൊട്ട് താഴെ വരുന്ന ലെയറിനെ നമ്മൾ ഫ്രീസ് കോഴ്സ് എന്നും വിളിക്കും. അപ്പോൾ ഈ രണ്ട് പേരുകൾ ഓർത്തോണം, ഇതിൻ്റെ പൊസിഷനും ഓർത്തോണം. കോർണിസിന് മുകളിൽ വരുന്ന ലെയർ ബ്ലോക്കിംഗ് കോഴ്സും കോർണിസിന് താഴെ വരുന്ന ലെയർ ഫ്രീസുമാണ്. ഇനി അടുത്തൊരു ടേമാണ് വെതറിങ്. നമുക്ക് വെള്ളമൊക്കെ ഒഴുകി പോകാനായിട്ട് പലപ്പോഴും ഈ സ്റ്റോൺസിനെ നമ്മളൊരു അതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ ലെവൽ നോക്കുകയാണെങ്കിൽ ഒന്ന് ചരിച്ചായിരിക്കും നമ്മൾ ഒരു സ്ലോപ്പ് കൊടുത്തിട്ടായിരിക്കും വെട്ടുന്നത്, ഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വെതറിങ് എന്ന് വിളിക്കുന്നത്. ഡ്രസ്സിങ് സ്റ്റോൺസ് ഇൻ സ്ലോപ്ഡ് ഫാഷൻ ടു ഡ്രെയിൻ വാട്ടർ. ഇനി അടുത്തൊരു ടേമാണ് ത്രോട്ടിങ്. ഇപ്പോൾ ഇതേപോലെ നമ്മൾ പ്രൊജക്ഷൻസ് കൊടുക്കുകയെന്ന് വിചാരിക്കുക. ഇപ്പോൾ പറഞ്ഞ കൂട്ട് കോർണിസ് പോലുള്ള പ്രൊജക്ഷൻസ് കൊടുക്കുകയാണെങ്കിൽ അതിൽ കൂടെ വെള്ളം ഒഴുകി വരുമ്പോൾ ആ വെള്ളം ഒരു ടോട്ടൽ ലെങ്ത്തിലും ഒഴുകി വരാതെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് താഴേക്ക് ഡ്രിപ്പ് ചെയ്ത് പോകാനായിട്ട് ഈ സ്റ്റോൺസിലെല്ലാം നമ്മളൊരു ചെറിയൊരു കട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂവ് കൊടുക്കും. അതിനെയാണ് ത്രോട്ടിങ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ കാണാം, ഇവിടെ ഒരു ചെറിയൊരു ഗ്രൂവ് കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് എ ബീഡിങ് ഓർ കട്ടിങ് എ ഗ്രൂവ് ടു ഡ്രെയിൻ ദ വാട്ടർ. ഇപ്പോൾ റെയിൻ വാട്ടറൊക്കെ ഒഴുകി വരുമ്പോൾ അതിങ്ങനെ ആ ഗ്രൂവിൽ വന്ന് തട്ടുമ്പോൾ അവിടുന്ന് താഴേക്ക് ഡ്രിപ്പ് ചെയ്ത് താഴേക്ക് വീണോളും, വോളിലേക്ക് അത് വരില്ല. അപ്പോൾ അതിനാണ് നമ്മൾ ത്രോട്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തത് ത്രൂ സ്റ്റോൺ ഓർ ബോണ്ട് സ്റ്റോൺ. വളരെ ഇമ്പോർട്ടൻറ്റ് ടേമാണ്, ക്വസ്റ്റ്യൻസിൽ പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്നതുമാണ്. എന്താണ് ത്രൂ സ്റ്റോൺ ഓർ ബോണ്ട് സ്റ്റോൺ? അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു സ്റ്റോൺ മേസൺറിയുടെ ഒരു വോള് കാണാം. അപ്പോൾ ഈ വോളിൽ ചില സ്റ്റോൺസ് മാത്രം ത്രൂ ഔട്ട് ദ വാൾ തിക്നെസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വാൾ തിക്നെസ്സിൽ മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റോൺസിനെയാണ് ത്രൂ സ്റ്റോൺ ഓർ ബോണ്ട് സ്റ്റോൺ എന്ന് വിളിക്കുന്നത്. എന്തിനാണ് ഇവ പ്രൊവൈഡ് ചെയ്യുന്നത്? ആ ഒരു പർട്ടിക്കുലർ വാളിൻ്റെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് ഇസ് എ സ്റ്റോൺ എക്സ്റ്റെൻഡിങ് ത്രൂ ദ വാൾസ് എൻറ്റയർ വിഡ്ത്ത്. കോപ്പിംഗ് എന്ന് വിളിക്കുന്നത് ഈ എക്സ്പോസ്ഡ് ആയിട്ടുള്ള വാൾസ് അല്ലെങ്കിൽ എക്സ്പോസ്ഡ് മേസണറിയുടെ ഒക്കെ മുകളിലായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റോണിനെയാണ് നമ്മൾ കോപ്പിംഗ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റെയിൻ വാട്ടർ വരുമ്പോൾ അല്ലെങ്കിൽ സ്നോഫോളൊക്കെ ഉണ്ടാകുമ്പോൾ താഴേക്കുള്ള സ്ട്രക്ചറിലേക്ക് ഇത് പെനിട്രേറ്റ് ചെയ്യാതെ ഈ കോപ്പിങ്ങിൻ്റെ മുകളിൽ നിന്ന് തട്ടി അത് ഒഴുകി സൈഡിലേക്ക് പൊക്കോളും. ഇറ്റ് ഇസ് എ സ്റ്റോൺ പ്ലേസ്ഡ് അറ്റ് ദ എക്സ്പോസ്ഡ് സർഫസസ് ഓർ വാൾസ് ടു പ്രിവെൻറ്റ് വാട്ടർ സീപ്പിംഗ് ഇൻ ടു ദ വാൾ. അടുത്തത് സ്ട്രിങ് കോഴ്സ്. ഇപ്പം നേരത്തെ നമ്മൾ കോർണിസിൻ്റെ പറഞ്ഞ കൂട്ട് തന്നെ സ്ട്രിങ് കോഴ്സും ഒരു പ്രൊജക്ഷനാണ്. സ്ട്രിങ് കോഴ്സ് യൂഷ്വലി പ്രൊവൈഡ് ചെയ്യുന്ന ഈ കോർണിസും പ്ലിന്തിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊജക്റ്റിംഗ് കോഴ്സസിനെയാണ് നമ്മൾ സ്ട്രിങ് കോഴ്സ് എന്ന് വിളിക്കുന്നത്. ഹൊറിസോണ്ടൽ പ്രൊജക്റ്റിംഗ് കോഴ്സ് അറ്റ് എ സ്യൂട്ടബിൾ ലെവൽ ബിറ്റ്വീൻ ദ കോർണിസ് ആൻഡ് ദ പ്ലിന്ത്. ഇതും ആർക്കിടെക്ചറൽ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊജക്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്ന കോർബലിനെ കുറിച്ചായിരുന്നു. Projecting stone which usually provides to serve as support for roof truss, beam, watershed, etc. Option B, corbel. The covering on the exposed top of a wall is. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ വാളിൻ്റെ ടോപ്പ് സർഫസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കവറിങ് ഏതാണ് എന്നത്. ഇറ്റ് ഈസ് കോപ്പിംഗ്. ഓപ്ഷൻ എ. The topmost course of masonry placed on the top of the cornice. ഓക്കെ, അപ്പോൾ കോർണിസിന് തൊട്ട് മുകളിൽ വരുന്ന ലെയറിനെ നമ്മൾ പറഞ്ഞു തരുന്നത് അതിൻ്റെ പേര് ഇറ്റ് ഇസ് കോൾഡ് ആസ് ബ്ലോക്കിംഗ് കോഴ്സ്. ഇനി കോർണിസിന് താഴെയുള്ള ലെയറിൻ്റെ പേരാണ് ചോദിക്കുന്നെങ്കിൽ ഇറ്റ് ഇസ് ഫ്രീസ് കോഴ്സ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. The process of cutting stones into suitable sizes and surfaces after quarrying is called. ഓക്കെ, ഇപ്പം സ്റ്റോൺസിനെ നമ്മൾ ഈ റോക്ക് ക്വാറികളിൽ നിന്നും നമ്മൾ ബ്ലാസ്റ്റിംഗ് വഴി ചെറിയ കഷ്ണങ്ങളായിട്ട് പൊട്ടിച്ചെടുക്കുന്നു. അതിനെ പിന്നീട് നമ്മൾ ഡ്രസ്സ് ചെയ്തിട്ടാണ്, അതായത് ടൂൾസ് യൂസ് ചെയ്ത് നമുക്ക് വേണ്ട സൈസിലേക്കും ഷേപ്പിലേക്കും മാറ്റുന്ന ഒരു പ്രോസസ്സിനെയാണ് ഡ്രസ്സിങ് എന്ന് വിളിക്കുന്നത്. അതുവഴി ഡ്രസ്സിങ്ങും ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കൺസ്ട്രക്ഷനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, ഡ്രസ്സിങ്. A course of stone provided immediately below the cornice. നേരത്തെ പറഞ്ഞതാണ്, കോർണിസിന് താഴെ വരുന്ന ലെയറിനെ ഫ്രീസ് എന്നാണ് വിളിക്കുന്നത്, ഫ്രീസ് കോഴ്സ് എന്നാണ് വിളിക്കുന്നത്.
The stone extending throughout the thickness of a wall acts as a bond stone is. അപ്പം വാളിൻ്റെ ഫുൾ തിക്നെസ്സിലും ഫുൾ വിഡ്ത്തിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റോൺസിനെ ത്രൂ സ്റ്റോൺ എന്നാണ് വിളിക്കുന്നത്. ത്രൂ സ്റ്റോൺ. ഫ്ലിൻസ് യൂസ്ഡ് ഇൻ ഫ്ലിൻറ്റ് റബിൾ മേസൺറി ആർ. ഇത് മെൻഷൻ ചെയ്തതാണ്. ഫ്ലിൻറ്റ് സ്റ്റോൺസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് സിലിക്ക നൊഡ്യൂൾസ് ആണ്. ഇതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ സിലിക്കയാണ് ഇതിൽ വരുന്നത്. സിലിക്ക നൊഡ്യൂൾസ് യൂസ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യുന്ന മേസൺറി, റബിൾ മേസൺറിയാണ് നമ്മൾ ഫ്ലിൻറ്റ് റബിൾ മേസൺറി എന്ന് വിളിക്കുന്നത്. നൊഡ്യൂൾസ് ഓഫ് സിലിക്ക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. ലോവർ സർഫസ് ഓഫ് സ്റ്റോൺസ് ഓൺ വിച്ച് ദേ റെസ്റ്റ്. ഓക്കെ, സ്റ്റോൺസ് നമ്മൾ യൂസ് ചെയ്ത് മേസൺറി കൺസ്ട്രക്ട് ചെയ്യുന്ന നേരം സ്റ്റോൺസ് റെസ്റ്റ് ചെയ്യുന്ന അതിൻ്റെ ലോവർ സർഫസ്, താഴത്തെ സർഫസിനെ നമ്മൾ ബെഡ് എന്നാണ് വിളിക്കുന്നത്. ബ്രിക്സിൻ്റെ കേസിൽ നമ്മൾ ബെഡ് എന്ന് പറയാറുണ്ട് അതിന്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ബെഡ്. ഡാഷ് സപ്പോർട്ട്സ് ദ മേസൺറി ഇൻ ഡോർ ആൻഡ് വിൻഡോ ഓപ്പണിങ്സ്. ഈ ഡോർ ആൻഡ് വിൻഡോ ഓപ്പണിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിന് തൊട്ട് മുകളിലായിട്ട് നമുക്ക് മേസൺറി വരുന്നുണ്ട്. അതായത് ഇപ്പം ബ്രിക്ക് മേസൺറി ആണെങ്കിൽ ബ്രിക്സ് വരുന്നുണ്ട് ഡോർ ആൻഡ് വിൻഡോ ഓപ്പണിങ്ങിൻ്റെ മുകളിൽ. ഇപ്പം സ്റ്റോൺ മേസൺറി ആണെങ്കിൽ സ്റ്റോൺസും വരുന്നുണ്ട്. അപ്പോൾ ഈ ഓപ്പണിങ് നമ്മൾ ഡോറിൻ്റെ വിൻഡോയുടെ ഒക്കെ കട്ടള വെക്കാൻ നേരം അതിന് ഈ മുകളിൽ നിന്ന് വരുന്ന ബ്രിക്സിൻ്റെ ആയാലും സ്റ്റോൺസിൻ്റെ ആയാലും വെയിറ്റ് ഡയറക്റ്റ്ലി താങ്ങാൻ പറ്റില്ല. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ കട്ടള വെക്കുന്നതിന് മുന്നേ ആയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ലിൻറ്റൽ പ്രൊവൈഡ് ചെയ്യും. ലിൻറ്റൽ എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇപ്പം പലപ്പോഴും വീടിൻ്റെ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ബെൽറ്റ് വാർക്കുക എന്ന് പറയും. ഈ ഡോർ ആൻഡ് വിൻഡോ ഓപ്പണിങ്സിനെ എല്ലാം കണക്ട് ചെയ്ത് ഒരുമിച്ച് ബെൽറ്റ് വാർക്കാറുണ്ട്. ഇപ്പോൾ ചില കേസിൽ അത് അൺഎക്കണോമിക്കലായിട്ട് വരുവാണെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഓരോ ഓപ്പണിങ്ങിൻ്റെ മുകളിലായിട്ട് ഒരു പർട്ടിക്കുലർ എക്സ്റ്റൻഷനോട് പ്രൊവൈഡ് ചെയ്ത് നമ്മൾ രണ്ട് സൈഡിലായിട്ട് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആ ഫുൾ വീതിയിൽ നമ്മൾ ഒരു ലെയർ പ്രൊവൈഡ് ചെയ്യും. ഒന്നുകിൽ RC റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റിൻ്റെ ആകാം, അല്ലെങ്കിൽ റീൻഫോഴ്സ്ഡ് ബ്രിക്ക് വർക്കിൻ്റെ ആകാം, അല്ലെങ്കിൽ സ്റ്റോൺ മേസൺറിയുടെ കേസിലാണെങ്കിൽ സ്റ്റോണിൻ്റെ തന്നെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്, ലിൻറ്റൽസ്. അപ്പോൾ ഇതിനെയാണ് ലിൻറ്റൽ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? മുകളിലുള്ള ഈ മേസൺറിയുടെ വെയിറ്റ് താഴെയുള്ള കട്ടളയിലേക്ക്, അതായത് ഡോർ ആൻഡ് വിൻഡോ ഓപ്പണിങ്ങിലേക്ക് ട്രാൻസ്ഫർ ആകാതെ സൈഡിലുള്ള ഈ ഓപ്പണിങ്ങിൻ്റെ സൈഡിലേക്കുള്ള ബ്രിക്ക് വർക്ക് അല്ലെങ്കിൽ സ്റ്റോൺ മേസൺറിയിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, ലിൻറ്റൽ. ഇവിടെ ഫിഗറിൽ നമുക്ക് കാണാം ഈ ഓപ്പണിങ്ങിൻ്റെ മുകളിലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ലിൻറ്റൽ എന്ന് വിളിക്കുന്നത്. ഇതിനൊരു പർട്ടിക്കുലർ പ്രൊജക്ഷൻ കാണും രണ്ട് സൈഡിലേക്ക്. ഡോർ അല്ലെങ്കിൽ വിൻഡോ ഓപ്പണിങ്ങിൻ്റെ വിഡ്ത്തിനെക്കാട്ടിലും സൈഡിലേക്ക് കുറച്ച് പ്രൊജക്ഷൻ കാണും. അപ്പോൾ ഇതുവഴിയാണ് ഇത് ലോ ട്രാൻസ്ഫർ ഈ ഓപ്പണിങ്ങിലേക്ക് പ്രൊവൈഡ് ചെയ്യാതെ സൈഡിലുള്ള മേസൺറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. അപ്പം ഈ ഒരു ക്വസ്റ്റിനോട് കൂടി നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.